കോഴിക്കോടുകാർ തന്നെ അധികം സിനിമയ്ക്ക് വിളിക്കുക. ഐ.വി. ശശി ഉള്ളപ്പോഴാണ് എല്ലാവരും വിളിക്കുക. ഐ.വി. ശശിയുടെ 2-3 പടങ്ങൾ 4 പടം ചെയ്തിട്ടുണ്ട് ഐ.വി. ശശി. അങ്ങാടി, അഹിംസ, അതിരാത്രം, ഒരിക്കൽ കൂടി. അങ്ങാടി ബെസ്റ്റ് പടല്ലേ. ത്രൂ ഔട്ട് ഉണ്ട്. ഞാനും അംബിക ചെയ്തെല്ലാം നല്ല വേഷങ്ങളാണ്. എല്ലാം ചെയ്ത് മുറപ്പെണ്ണ്, യവനിക, കൊടിയേറ്റം, കടൽപ്പാലം, കുമ്മാട്ടി ഇപ്പോഴും പല രാജ്യങ്ങളിലും ജർമ്മനിൽ, കുമ്മാട്ടി ജർമ്മൻ, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ്, ലണ്ടൻ 4 സ്ഥലത്ത് കളിക്കുന്നു. പക്ഷെ അത് കാണാനോ അതിൻ്റെ ഉള്ള അരവിന്ദൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതിൻ്റെ ആള് മറ്റേ ഞാൻ പറഞ്ഞില്ലേ കണ്ണൂരൊരു മാഷുണ്ടെന്ന്, ആ മാഷ് തന്നത് അതായിരിക്കണം. കുമ്മാട്ടി ഇതാ കുമ്മാട്ടി കണ്ടതല്ലേ. ഒരു തത്തല്ലേ വിളിച്ചു പറയണ മോൻ വരുമ്പോഴേ പട്ടി വരുമ്പോഴ് അവന്റെ പേര് പറയണത്. അത് കുമ്മാട്ടി ഒരു എന്താ പറയാ കുട്ടികളെ ഭയങ്കര പേടിപ്പിച്ച് ഭയങ്കര ഒരുപാട് അവാർഡുകൾ കിട്ടിയ സിനിമയാണ്. അപ്പൊ അമ്മക്ക് എല്ലാ മികച്ച സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ മരണപ്പെട്ടു പോയി. നല്ല എഴുത്തുകാരുടെ കൂടെ അഭിനയിക്കാൻ, അവരുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റി. മരിച്ചുപോയ ആൾക്കാരുടെ പേര് ഞാനിപ്പോ പറയണ അല്ല അമ്മക്ക് സമയം ഉണ്ടാവില്ല. അരവിന്ദൻ സാറ്, ഐ.വി. ശശി സാറ്, MT, PN മേനോൻ, വിൻസെന്റ്, KG ജോർജ്, ശശികുമാർ, ഭരതൻ, ബക്കർ, പിന്നെ ഐ.വി. ശശി, പിന്നെ ഭരത് ഗോപി, മാധവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അയാൾ മരിച്ചു. KP കുമാർ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? KP കുമാർ മരിച്ചു. C രാധാകൃഷ്ണൻ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെയൊക്കെ നല്ല ഉഗ്രൻ പടങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.